യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനം. ഇന്നു മുതൽ ഇസ്രായേൽ ചരിത്രം അബ്രഹാം മുതൽ ആരംഭിക്കുന്നു. ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അബ്രഹാമിൻ്റെ വിളി മുതൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം. അബ്രഹാമിൻ്റെ പൂർവ്വപിതാക്കന്മാർ കൽദേ പട്ടണമായ ഊര് എന്ന സ്ഥലത്താണ് അവർ താമസിച്ചത്. അതെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇറാഖ് രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തെ. ആ കാലയളവിൽ ഓരോ പട്ടണങ്ങളിലും അവർക്ക് സ്വന്തം ദേവന്മാരുണ്ടായിരുന്നു, സ്വന്തം പേരുള്ള വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആ പട്ടണങ്ങളിൽ. രസകരമായ വേറൊരു കാര്യം, ഈ പട്ടണങ്ങളിലെ ദേവന്മാരെ ഉണ്ടാക്കി കൊടുക്കുന്നത് അബ്രഹാമിൻ്റെ പിതാവായ തേരഹായിരുന്നു. നമ്മൾ ഒന്ന് ചിന്തിക്കുക, തേരഹ് എവിടം വരെ ആയിരുന്നു, താൻ ആരായിരുന്നു എന്ന് ചിന്തിക്കണം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലെ സർവശക്തനായ ദൈവം അബ്രഹാമിനെ തേടി തേരഹിൻ്റെ വീട്ടിൽ വന്നു. തേജോമനായ ദൈവത്തെ അബ്രഹാമിൻ്റെ ആ വിളിയുടെ മുമ്പിൽ അബ്രഹാം തൻ്റെ പിതാക്കന്മാരെയും താൻ സേവിച്ചു നിന്നതും താൻ ഉണ്ടാക്കിയതുമായ സകല വിഗ്രഹങ്ങളെയും വിട്ട് ദൈവ വിളിയുടെ മുമ്പിൽ തന്നെത്താൻ സമർപ്പിച്ചു. തേജോമന ദൈവം വെളിപ്പെട്ടപ്പോൾ അബ്രഹാമിനൊരു കാര്യമായി, തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതൊന്നും തേജോമരല്ല, തേജസ്സുള്ളവരല്ല. അതെ, അബ്രഹാമിന് മാത്രമല്ല, ആ കുടുംബത്തെ തന്നെ വലിയൊരു വ്യതിയാനത്തിലേക്ക് വരുത്തുവാൻ ഇടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുക. തേരഹ് എന്ന് പറഞ്ഞ അബ്രഹാമിൻ്റെ പിതാവ് തൻ്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രഹാമിൻ്റെ ഭാര്യയായ മരുമകളായ സാറയെയും കൂട്ടി കൽദരുടെ പട്ടണത്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. വിളി കേട്ടത് അബ്രഹാമാണ്. അബ്രഹാം അതിന് ചരിത്രമെല്ലാം പറഞ്ഞു കൊടുത്തു. അബ്രഹാം വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ്. ആ തേജോമനായ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തൻ്റെ പിതാവിന് യാഥാർത്ഥ്യം മനസ്സിലായി. പിതാവ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി ഈ നാട്ടിൽ നിൽക്കണ്ട. ചുരുക്കം പറഞ്ഞാൽ തേരഹിൻ്റെ വലിയ ജോലി അവിടെ അവസാനിപ്പിച്ചു. ഇനിയും കൽദേരുടെ പട്ടണമായ ഊരിൽ താമസിക്കുകയാണെങ്കിൽ താൻ പഴയ രീതിയിലേക്ക് മടങ്ങിപ്പോകുവാനും ഇടവരുമെന്ന് തേരഹിന് മനസ്സിലായി. ഉടനെ തന്നെ അബ്രഹാമിൻ്റെ ദൈവത്തെ സേവിപ്പാൻ തേരഹും അന്നുണ്ടായിരുന്ന തൻ്റെ വീട്ടുകാർ മുഴുവനും, തൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരെയും കൂട്ടി അവിടെ പറയുന്നത് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്ത് പുറപ്പെട്ട് ഏകദേശം 600 മൈൽ അകലമുള്ള ഹാരാനിൽ വരെയും നീണ്ട നാളത്തെ യാത്ര കൊണ്ട് ഹാരാനിൽ വന്നു അവിടെ പാർത്തു.
തേരഹിന്റെ ആയുഷ്കാലം അവിടെ പറയുന്നുണ്ട്. തേരഹ് അവിടെ വെച്ച് മരിക്കുന്നു. ഇനിയും ഉൽപ്പത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവ ദൈവം അബ്രഹാമിന് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെ എന്ന് പറഞ്ഞാൽ ഹാരാനെ വിടുക. ഹാരാൻ എന്ന് പറയുന്നതും ഈ കൽദയുടെ പട്ടണത്തിന്റെ ഭാഗമാണ്. നീ അതിനെ വിടുക. നീ നിന്റെ ദേശത്തെയും, ഇനി അവിടെ ഒരുപാട് ബന്ധക്കാരുണ്ടായിരുന്നു, ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കും ദേശത്തേക്ക് പോക. എന്നിട്ട് അബ്രഹാമിനെ അവിടെ വെച്ച് അനുഗ്രഹിക്കുന്നു. 7 വിലപ്പെട്ട അനുഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിയോടും ഈ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടില്ല. 7 വാഗ്ദാനങ്ങളാണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തേത്, നിന്നെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിരു വരമ്പുകളില്ല. നിന്റെ പേര് വലുതാക്കും. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അബ്രഹാമിനെ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് അബ്രഹാമിനെ കണ്ടതുപോലാണ് ദൈവജനം പ്രസംഗിക്കുന്നതും വിശ്വസിക്കുന്നു. കാരണം അബ്രഹാമി, നിന്റെ പേര് ഞാൻ വലുതാക്കും. 4-ാമത്തെ അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞാൽ നീ എവിടെ ചെന്നാലും ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ഏതു രാജ്യത്ത് കടന്നു ചെന്നാലും ആ രാജ്യം അനുഗ്രഹിക്കപ്പെടും. ഇനി അടുത്ത 5-ാമത്തേത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കോണം. ആരെങ്കിലും പറയാണ് അബ്രഹാമേ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, തിരിച്ച് ദൈവം അവരെ അനുഗ്രഹിക്കും. ഇനി 6-ാമത്തെ കാര്യം, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അബ്രഹാമിന് നേരെ ഒരു ശാപവാക്ക് പറഞ്ഞാൽ ആ ശാപവാക്ക് അബ്രഹാമിന്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുമെന്ന്. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 7-ാമത്തെ അനുഗ്രഹം, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്തൊരു വാക്തത്വമാണ്! 7-ാമത്തെ കാര്യം, നിന്നിൽ, നീ മുഖാന്തരം, നീ അല്ലാതെ വേറെ ഒരു പദ്ധതിയിലെന്ന് പറഞ്ഞിരിക്കുന്നത്. സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നോക്കിക്കോണമേ, അബ്രഹാം ഇറങ്ങി തിരിച്ച മണ്ഡലം നോക്കണം. അബ്രഹാം എവിടുന്നാ തിരിച്ചറിഞ്ഞത്? തേജോമനായ ദൈവത്തെ കണ്ടപ്പോൾ തൻ്റെ പഴയ കാലങ്ങളോട് എന്നേക്കുമായി വിട പറഞ്ഞു. ദൈവം മാത്രമേ ദൈവമുള്ളെന്ന് അംഗീകരിച്ചപ്പോൾ ദൈവം 7 അനുഗ്രഹങ്ങൾ നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വാസ്തവമായി ദൈവത്തെ രുചിച്ചറിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ കലവറകൾ നമ്മുടെ പിന്നാലെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം തൽക്കാലം അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ ഒരുങ്ങുക, ഭാരതത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങളും അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.